ദൈവവചനം കരങ്ങളിലെടുക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യം. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം അവർ 7 വട്ടി നിറച്ചെടുത്തു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റം ഇല്ല, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മിൽ മാറ്റം വരുത്തും. ദൈവവചനത്തെ രൂപാന്തരപ്പെടുത്താനോ കുറയ്ക്കാനോ കൂട്ടാനോ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് ചെയ്യാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ വചനം സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മിൽ രൂപാന്തരം വരുത്തും. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി നമ്മിൽ മാറ്റം വരുത്തും. ഈ സുവിശേഷ യോഗം ഈ ദേശത്തിൽ ഈ നിലയിൽ നടക്കുന്നത് തന്നെ ഈ ദേശത്തിനൊരു അനുഗ്രഹമാണ്. കാരണം ദൈവത്തിന്റെ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുവോ, ദൈവത്തിന്റെ വചനം എവിടെ പ്രസ്താവിക്കപ്പെടുന്നുവോ, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടാകും. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യൻ ഈ യോഗത്തിൽ വരുന്നതിനേക്കാൾ വലുതല്ലേ സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് നിൽക്കുന്നത്? അങ്ങനാണെങ്കിൽ നമ്മുടെ കർത്താവ്, സർവശക്തനായ നമ്മുടെ ദൈവം, തേജസ്വരൂപനായ നമ്മുടെ ദൈവം ഇതിൻ്റെ മധ്യേ ഉണ്ടെങ്കിൽ അവന്റെ പാദസ്പർശത്താൽ, അവന്റെ സാന്നിധ്യത്താൽ ഈ ദേശമല്ലേ അനുഗ്രഹിക്കപ്പെടുന്നത്? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഇതുവരെ ആ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഇന്നും അവൻ നമ്മുടെ നടുവിലുണ്ട്. എടുത്ത വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്ന അനവധി അത്ഭുതങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. യേശു അത്ഭുതങ്ങളുടെ ദൈവം ആണ്. യേശു അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനായ ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ജീസസ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിനക്ക് അധിക ഭാരമായിട്ടുള്ളതിനെ നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ തീർത്തു തരാമെന്നാണ്. എന്താണ് ദൈവത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യം? ദൈവത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് അസാധ്യമായതിനെ അവൻ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് കഴിയാത്തതിനെ അവൻ എനിക്കായി നടത്തിത്തരുന്നു എന്നതാണ്. എന്റെ ബുദ്ധിക്കും എന്റെ ചിന്തയ്ക്കും അതീതമായി അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയക്കാൻ മനസ്സും ഇല്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം.
വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവത്തിന് അനേക പേരുകൾ അവന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. യെശയ്യാ പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. കർത്താവിന്റെ പേര് തന്നെ ബൈബിൾ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ഒരു നാമം തന്നെ അത്ഭുത മന്ത്രി എന്നാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവന്റെ പേരെങ്ങനെയാണോ അവന്റെ പെരുമാറ്റവും അങ്ങനെ തന്നെയാണ്. യഹോവ ശാലോം, അവൻ സമാധാനത്തിന്റെ ദൈവം. യഹോവ നിസ്സി, അവൻ ജയത്തിന്റെ കൊടി. യഹോവ റാഫ, പറഞ്ഞ റാഫ, സൗഖ്യമാക്കുന്ന യഹോവ. യഹോവ സിക്നോ, അവൻ എന്റെ നീതിയായ യഹോവ. പ്രിയപ്പെട്ടവരെ, അവന്റെ പേരെങ്ങനെയാണോ അവന്റെ പ്രവൃത്തിയും ആ നിലയിലാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന്റെ അനുഭവത്തിൽ ദൈവം യഹോവ ജൈറയാണ്, കരുതുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. അവന്റെ കരുതലുകളാണ് നാം അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. ഇന്ന് രാത്രി ഞാൻ എന്താണോ പ്രീച്ച് ചെയ്യുന്നത്, ഈ മെസ്സേജിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ കാതുകൊണ്ട് കേൾക്കുന്നത്, അതാണ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നത്. ദൈവത്തിന്റെ കരുതൽ, യഹോവ ജൈറ, ദൈവത്തിന്റെ കരുതൽ ഇവിടെ നമുക്ക് കാണാം. ഈ 32 മുതലുള്ള വാക്യത്തിൽ കാണാം, ഇതാ വലിയ ഒരു കൂട്ടം പുരുഷാരം യേശുവിനോട് കൂടെ 3 നാളുകളായി ഒരു കാട്ടിനകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലയാളം ബൈബിളിൽ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ആൾപ്പാർപ്പില്ലാത്തിടത്ത് 3 ദിവസമായി ഈ ജനം ദൈവവചനം കേൾക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അത് ഒരു മരുഭൂമിയായിരുന്നു. അവിടെ ഭക്ഷണമില്ല, അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമല്ല. ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ, ആ ബുദ്ധിമുട്ടുകളെ ഗണ്യമാക്കാതെ 3 ദിവസം ജനം കർത്താവിന്റെ കൂടെ ഇരുന്നു. അവർ ആ ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് യേശു പറയുന്നു. ഫുഡില്ലായിരുന്നു, ഭക്ഷണം ഇല്ലാതെ, നല്ല ആഹാരമില്ലാതെ, നല്ലൊരു സ്ഥലമില്ലാതെ, ഒരു മരുഭൂമിക്കകത്ത്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇത്രയും ആൾക്കാർ, 4000-ലധികം പുരുഷന്മാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ആൾക്കാർ ഈ സ്ഥലത്ത് ഫുഡില്ലാതെ 3 ദിവസം ഇരുന്നത് എങ്ങനെയാ? അവർ 3 ദിവസം ഇരുന്നത് അവരറിഞ്ഞില്ലെന്ന്. അവർ ടയർഡായില്ല. അവരെന്നിട്ടും ഭക്ഷണം ആവശ്യപ്പെട്ടില്ല. കാരണം അവർ കേട്ടോണ്ടിരുന്നത് ദൈവപുത്രന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആലോചന വിശ്വാസത്തോടെ കേട്ടാൽ എന്റെ ഭൗതിക വിഷയങ്ങൾ ഞാൻ മറന്നിരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യന് മറ്റ് കാര്യങ്ങളെ കുറിച്ച് അവൻ ടെൻഷൻ അല്ല. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മനുഷ്യന് മറ്റ് കാര്യങ്ങളെ കുറിച്ച് അവൻ വറീഡ് അല്ല. കാരണം അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഒരു ദിവസം നാം ഉണരുമ്പോൾ രാത്രി കിടക്കുന്ന സമയം വരെയും
ഒരുപാട് ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന ടൈം തുടങ്ങി നമ്മൾ ഒരുപാട് വോയിസുകൾ കേൾക്കുന്നുണ്ട്. ഭാര്യയുടെ ശബ്ദം, ഭർത്താവിന്റെ ശബ്ദം, മക്കളുടെ ശബ്ദം, മൊബൈൽ ഫോണിനകത്ത് വരുന്ന ഫോൺ കോളുകളുടെ ശബ്ദം, വാട്സാപ്പിനകത്ത് വരുന്ന മെസ്സേജുകളുടെ ശബ്ദം, റേഡിയോയുടെ ശബ്ദം, ടെലിവിഷൻ ഓൺ ചെയ്താൽ വാർത്താ ചാനലുകളിലുള്ള ചർച്ചകളുടെ ശബ്ദം, വെളിയിൽ ഇറങ്ങിയാൽ വാഹനങ്ങളുടെ ശബ്ദം, നാട്ടുകാരുടെ ശബ്ദം, ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ടെലിവിഷനകത്ത് കേട്ട ചാനൽ ചർച്ചയുടെ ശബ്ദത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല. വാട്സാപ്പിൽ കേട്ട മെസ്സേജിന്റെ ശബ്ദത്തിന് നിന്റെ ഹൃദയത്തിന് സ്വസ്ഥത തരാൻ കഴിയില്ല. ഫോൺ കോളുകൾക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ നീ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തിന്, ദൈവത്തിന്റെ വചനത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും, നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും, സമാധാനിപ്പിക്കാൻ കഴിയും, സൗഖ്യമാക്കാൻ കഴിയും, അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. അങ്ങനെങ്കിൽ അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. ശ്രദ്ധിക്കാം. ഈ പുരുഷാരം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. ദൈവത്തിന്റെ കരുതൽ ഇന്നും ഇന്നലെ ആരംഭിച്ചതാണോ? ദൈവത്തിന്റെ കരുതൽ വിശ്വാസത്തിൽ വന്നപ്പം തുടങ്ങിയാണോ? അല്ല. ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ ലോക സ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ അവൻ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയാണ് ആദവും ഹവ്വയും. ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിക്കുമ്പോ നമുക്കറിയാം അവർക്ക് പാർക്കാനുള്ള ഒരു ഏദൻ ദൈവം സൃഷ്ടിച്ചു. ഒരു ഏദൻ അവർക്ക് പാർക്കാൻ, അവർക്ക് ഭക്ഷിക്കാനുള്ളത് ദൈവം സൃഷ്ടിച്ചു. ഇത് മുഴുവൻ സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒന്നുകൂടെ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് വേണ്ടുന്ന വീട് തിരക്കി ദൈവം നടന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ എന്നാ ഫുഡ് കൊടുക്കും എന്ന് ചിന്തിച്ച് ദൈവം ഇറങ്ങി നടന്നില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ അവന് വേണ്ടത് മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് മുഴുവൻ അടക്കി വാഴാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് നാളേക്ക് വേണ്ടി ദൈവം കരുതുമെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, നാളേക്ക് വേണ്ടി ദൈവം കരുതുമോ കരുതത്തില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ കുറിച്ച് എന്റെ ദൈവത്തിന് വിചാരമുണ്ട്. ഞാൻ വിചാരപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്റെ വിചാരമല്ല അവന്റെ വിചാരം, എന്റെ വഴികളല്ല അവന്റെ വഴികൾ. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങളെക്കാൾ എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ എനിക്കുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ എന്റെ ദൈവം കരുതിയിട്ടുണ്ട്. മോറിയ മലയിലേക്ക് അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു, യാഗവസ്തുവായ ആട്ടുകൊറ്റനെ അബ്രഹാമിന് വേണ്ടി ദൈവം അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ആടിനെ ദൈവം കരുതിയിട്ടുണ്ടോ കരുതിയിട്ടില്ലയോ എന്ന് അബ്രഹാം ചിന്തിച്ചില്ല. പക്ഷേ അവിടെ ആടുണ്ടോ, എനിക്ക് വേണ്ടി കാളയുണ്ടോ, ഒന്നും അബ്രഹാം ചിന്തിച്ചില്ല. ഒരു കാര്യം അവൻ അറിയായിരുന്നു, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് രാത്രിയിൽ എന്റെ പിള്ളേരുടെ ഭാവി എന്താകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഇന്നലകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രിയിൽ ഈ 8:10 ഈ സമയം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ മിനിറ്റ് വരെ നടന്ന സംഭവങ്ങൾ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷേ
നാളെ രാവിലെ 10 മണിക്ക് എന്ത് നടക്കുമെന്നോ 2018 ഈ ലോകം ഇവിടെ കാണുമെന്നോ എനിക്ക് നിങ്ങൾക്കും അറിയില്ല. പക്ഷേ അതറിയാവുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു? എന്റെ നാളെ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ശുശ്രൂഷ ഏത് നിലയിൽ പോകുമെന്ന് അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അവൻ യഹോവ ജൈറ, അവൻ കരുതുന്ന ദൈവം. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നാം ഏറ്റവും കൂടുതൽ സ്വസ്ഥതയുള്ളവരായിത്തീരുന്നത്. കാരണം എന്റെ ഇന്നലകളെ എനിക്കറിയാം, എന്റെ ഇന്നിനെ എനിക്കറിയാം. പക്ഷേ അടുത്ത മണിക്കൂറിൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യൻ രാവിലെ ഉണരുമോ എന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ലെന്ന്. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ അടുത്ത മണിക്കൂറിനെ അല്ല, എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വരെയും അറിയുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, പൈതാഹമുണ്ട്, നിന്ദയുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, കള്ളന്മാരാലുള്ള ആപത്തുണ്ട്, കൂട്ടുവേലക്കാരുള്ള ആപത്തുണ്ട്, കടലിലെ ആപത്തുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എന്റെ കൂടെ ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. എന്റെ കൂടെ തീമോത്തിയോസ് കാണുമെന്ന് എനിക്കറിയില്ല. എന്റെ കൂടെ ഫിലോമോൻ കാണുമോ എന്നെനിക്കറിയില്ല. എന്റെ കൂടെ നാട്ടുകാർ കാണുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ കൂടെ കാണും, അവൻ എന്റെ കൂടെ കാണും. ആ ഉറപ്പുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാവോ? ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം എനിക്കുണ്ട്. ആരെന്നെ കരുതിയില്ലെങ്കിലും എന്നെ കരുതുന്നൊരു ദൈവം എനിക്കുണ്ട്. ആരെന്നെ മറന്നാലും എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട് എന്ന ഉറപ്പുള്ള ദൈവജനം ശബ്ദമുയർത്തി ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാം, കരങ്ങൾ അടിച്ച് നന്ദി പറയാം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അപ്പൊ അങ്ങനെ ഒരാളുണ്ടല്ലേ. എന്റെ മനസ്സിന്റെ ഭാരം, എന്റെ ഹൃദയത്തിലെ വേദന, എന്റെ ആവശ്യങ്ങൾ, എന്റെ പ്രയാസങ്ങൾ എനിക്ക് ഇറക്കി വെക്കാൻ ഒരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാകുന്നോ? അത് ഇറക്കി വെക്കാൻ എനിക്കൊരിടമുണ്ടെന്ന്. ഇനി ആ വ്യക്തി പറയാണ്, എത്ര ഭാരം ഉണ്ടായാലും, എത്ര പ്രയാസം ഉണ്ടായാലും, എത്ര ആകുലത ഉണ്ടെങ്കിലും അത് എന്റെ മേൽ ഇട്ടോളാനാ പറഞ്ഞേക്കുന്നത്. ഓ മൈ ഗാഡ്, ഇന്ന് രാത്രി രോഗത്തിന്റെ ഭാരത്തോടെയോ, കടഭാരത്തോടെയോ, മക്കളെ കുറിച്ചുള്ള ഭാരത്തോടെയോ, നാളെ കുറിച്ചുള്ള ആകുലതയോടെയോ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഫ്രീ ആക്കുന്ന, നിന്റെ ഭാരത്തെ എടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവർ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി കർത്താവിനെ നന്ദി പറ. മക്കളെ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവജനമേ, വചനം ശ്രദ്ധിച്ചോ. അവന്റെ മേൽ ഇട്ടോളാനാ പറഞ്ഞേക്കുന്നേ, കൊണ്ടു നടക്കരുത്. നീ വിശ്വസിച്ചിരിക്കുന്നത് നിന്നെ ചതിക്കാത്തൊരു ദൈവത്തെയാണ്. ഏറ്റെടുക്കാൻ കഴിയുമോ? നിന്റെ സഹോദരങ്ങൾ നിന്നെ ചതിച്ചേക്കാം, നിന്റെ സുഹൃത്തുക്കൾ നിന്നെ ചതിച്ചേക്കാം, നിന്നോടൊപ്പം നടന്നവർ നിന്നെ ചതിച്ചേക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്നെ ചതിക്കാത്തൊരു ദൈവം നിനക്കുണ്ട്.
ഭാരമെല്ലാം മാറട്ടെ. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ സുവിശേഷ പ്രയാണ യാത്രയിൽ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് പടകിനകത്തടിച്ച് ആ പടക് തകർന്ന് ഒരു പരുവത്തിന് ഇവരെല്ലാം കൂടെ നീന്തി കരകയറി ഒരു ദ്വീപിലെത്തി. ആ ദ്വീപിന്റെ പേര് മെലീത്ത എന്നായിരുന്നു. മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലെത്തിയ അപ്പോസ്തലനായ പൗലോസും തന്റെ കപ്പലിൽ തന്നോടൊപ്പം യാത്ര ചെയ്തവരും, ആ ദ്വീപ് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമായിരുന്നു. തണുപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഇവരെല്ലാം കൂടെ ചേർന്ന് കുറെ വിറക് പെറുക്കിയെടുത്ത് തീ കത്തിച്ച് അതിന് ചുറ്റും ഇരുന്ന് അതിന്റെ ചൂട് കൊണ്ട് ആ തണുപ്പിനെ അതിജീവിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് അപ്പോസ്തലനും മനുഷ്യനല്ലേ, അങ്ങനെ കാണണം കേട്ടോ. അപ്പോസ്തലനാണെങ്കിലും മനുഷ്യനാ. അദ്ദേഹത്തിനും ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്തു. പൗലോസ് എന്നാ ചെയ്തെന്നറിയാവോ? പൗലോസ് എന്ന് അതിനകത്തുനിന്ന് ഒരു വിറകിഞ്ഞെടുത്തു. ആ വിറകിനകത്ത് തണുപ്പ് പറ്റിയ ഒരു അണലി ഇരിപ്പുണ്ടായിരുന്നു. ഒരു അണലി, ഒരു പാമ്പ്. ബൈബിൾ പറയുന്നു അതവന്റെ കൈമേൽ കയറി ചുറ്റി. ആ അണലി, ആ പാമ്പ്. വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു, ആ ദ്വീപിലെ നിവാസികളോട്, ആ ദ്വീപിലെ മെലീത്ത ദ്വീപിലുള്ളവരോട് സുവിശേഷം അറിയിച്ചവനാണ് പൗലോസ്. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പ്രസ്താവിച്ചവനാണ് പൗലോസ്. തനിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നു എന്ന് ദ്വീപിലുള്ള ജനം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും അവിടെ നിന്നവരും ഒക്കെ കണ്ടു. തനിക്ക് ചുറ്റും നിന്നവർ ശ്രദ്ധിച്ചു. തനിക്കിങ്ങനെ, ശ്രദ്ധിച്ചോണേ, ഒരു സാധാരണ മനുഷ്യന് ഒരു വിഷയമുണ്ടായാൽ വെളിപ്പെടുന്നതിനേക്കാൾ അധികം നിന്നയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിനക്കുണ്ടാകുമ്പോൾ സമൂഹം പറഞ്ഞുണ്ടാക്കുന്നത്. ഒന്നുകൂടെ പറയാം, സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ ക്യാമറയെ നാട്ടുകാർ തിരിച്ചു വെച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു ദൈവവൈതലിന്റെ ലൈഫ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുന്നു? നിങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ഒച്ച കൂട്ടി സംസാരിച്ച അടുത്തുള്ളവർ ജനല് തുറന്ന് നോക്കും വഴക്കാണോന്ന്. നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പോയെടുത്ത് പഠിക്കുന്നുണ്ടോ എന്ന് അവർ അന്വേഷിക്കും. അവരുടെ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, നീ ഏത് ലെവലിൽ പോകുന്നെന്ന് അവർ തിരക്കും. കാരണം നിന്നെ അവർ അന്വേഷിക്കും. പൗലോസിന്റെ കയ്യിൽ ഈ പാമ്പ് കയറി ചുറ്റി പിടിച്ചപ്പോ ദ്വീപിലുള്ള മുഴുവൻ നിവാസികളും പറഞ്ഞു, കണ്ടോ, അവനൊരു കുലപാതകൻ, സംശയമില്ല, അവൻ തെറ്റുകാരനാ. പറയത്തില്ലേ, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാ, ഒരു വീഴ്ച വന്നാ കൂടെ നിന്നവര് പറയുമല്ലോ, കൂട്ടുകാര് പറയുമല്ലോ, അവിടെ കുറവുകൊണ്ടാ, അവന്റെ കുറവുകൊണ്ടാ. പണ്ടേ പുള്ളി ഭയങ്കര അഹങ്കാരിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു വീഴ്ച വരുമ്പോൾ അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ നോക്കി നടക്കുന്നവരുണ്ട്. അവന്റെ കയ്യിൽ ഈ അണലി ചുറ്റിയപ്പോൾ ബൈബിൾ പറയുന്നു, പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. അവൻ അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. അവനൊന്നും സംഭവിച്ചില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ആ ദൈവത്തെ ഇന്ന് രാത്രിയിൽ എത്ര പേർ സ്തുതിക്കാൻ തയ്യാറാകും? അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞ സുവിശേഷത്തിന് ശക്തിയുണ്ടെന്നും അവൻ സേവിക്കുന്ന ദൈവം വലിയവനാണെന്നും ഒരു പ്രസംഗവും കൂടെ നടത്താതെ നാട്ടുകാർക്ക് മനസ്സിലായി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ ദൈവം സർവശക്തനാണെന്ന് ചിലരെ തെളിയിച്ചിരിക്കും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം സൈന്യങ്ങളുടെ യഹോവയാണെന്ന് അവൻ തെളിയിച്ചിരിക്കും. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കണ്ടോ, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട. വലത്തേന്ന് ഉയർത്തി പിടിച്ചേ, ഒന്ന് കുടഞ്ഞേ. ഇത്രേ പൗലോസും ചെയ്തോളൂ.
ഇത്രേ പൗലോസും ചെയ്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ആ ഭാരമുള്ളത് ഇന്ന് പോട്ടെ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യാൻ. യേശു പറഞ്ഞു, കാക്കകളെ നോക്കി നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു. എന്നാ പറഞ്ഞേ? കാക്കയെ നോക്കി പഠിക്കാൻ. മിടുക്കന്മാര് കൂടെ നിപ്പുണ്ട്, അവരെ നോക്കി പഠിക്കാൻ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു കാക്കയെ നോക്കി പഠിക്കാൻ. ഈ മിടുക്കന്മാരെല്ലാം കൂടെ വലിയ PhD എടുത്ത ഇവരെല്ലാം കൂടെ അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരാന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ കാക്കയെ നോക്കി പഠിക്കാനാ പറഞ്ഞേ. അത് വിതയ്ക്കുന്നില്ലെന്ന്, അതൊന്നും കൊയ്യുന്നില്ല. കളപ്പുരയിൽ നമ്മുടെ ഭാഷ പറയാം, രാവിലെ കാക്ക എഴുന്നേൽക്കുമ്പം എന്ത് കഴിക്കും, എന്താണ് ഇന്നത്തെ ഫുഡ് എന്ന് ചിന്തിച്ചല്ല കാക്ക എഴുന്നേക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്, ഇന്നത്തെ മെനു എന്താണ് എന്ന് കാക്ക ചിന്തിക്കുന്നില്ല. കാക്കയ്ക്കറിയാം വൈകിട്ട് കൂട്ടിക്കയറുന്നതിന് മുമ്പ് അവന്റെ ഫുഡ് റെഡി ആയിരിക്കും. കർത്താവ് പറഞ്ഞു കാക്കയെ നോക്കി പഠിക്കാൻ. അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുരയിൽ അതൊന്നും കൂട്ടി വയ്ക്കുന്നില്ല. ഈ കാക്കയെ ഭംഗിയില്ലാത്ത, ശബ്ദത്തിന് വലിയ സൗന്ദര്യമില്ലാത്ത ഈ കാക്കയെ ഞാൻ കരുതുന്നെങ്കിൽ, വഴിയരികിൽ 2 കാശിന് വിൽക്കുന്ന കുരുകിലിനെ ഞാൻ കരുതുന്നെങ്കിൽ, അല്പവിശ്വാസിയെ നിന്നെ എത്രയധികം എന്തുണ്ടുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. ഒന്ന് പറഞ്ഞേ, വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഒന്നും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. കാരണം എനിക്ക് വേണ്ടി, എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഓ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, വചനം ശ്രദ്ധിക്കാം. ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, ഗുരു, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്താൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന്? മനസ്സിലായോ? ഈ കാട്ടിൽ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എവിടുന്നാ? ധാരാ ചോദിച്ചേ, ധാരാ ചോദിച്ചേ. ഇതേ ശിഷ്യന്മാർ ചില മണിക്കൂറുകൾക്ക് മുമ്പാണ്, അല്ല 2 ദിവസത്തിന് മുമ്പാണ് യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടത്. വാക്യം 29, 30, 31. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെടുത്തു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. കണ്ടോ ഈ സംഭവം നടക്കുന്നത്? കണ്ടോ? ഈ ഊമൻ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തര് നടക്കുന്നതും കുരുടര് കാണുന്നതും ഇവര് കണ്ടിട്ടാണ് 3 ദിവസത്തേക്ക് ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ഇവിടെ വന്നിരുന്നേ. ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള അപ്പം എവിടുന്നാ എന്ന് ചോദിക്കുന്ന ഈ വിശ്വാസി, എന്റെ കാര്യം എങ്ങനെ നടക്കും, നാളെ എന്നായി തീരും എന്ന് ചോദിക്കുന്ന ഈ വ്യക്തി ചില മണിക്കൂറുകൾക്ക് മുമ്പ് ചെവി കേൾക്കാത്തവന്റെ ചെവി കർത്താവ് തുറക്കുന്നത് കണ്ടവനാ. കൂനർ നിവരുന്നതും കുരുടർ കാണുന്നതും ഊമർ സംസാരിക്കുന്നതും ഒക്കെ കണ്ടയാള് കൊച്ചൊരു റൊട്ടിയുടെ കാര്യം വന്നപ്പം ആകെ കൺഫ്യൂഷനായി. ഹലോ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളി ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു,
ഇതിനേക്കാൾ വലിയ വെല്ലുവിളിയെ കർത്താവ് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആർക്കത് പറയാൻ പറ്റും? ഇന്ന് ഞാൻ കടന്നു പോകുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ എന്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നിട്ടുണ്ട് എന്ന ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇതാണ് വിഷയം. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോ പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുക. ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യന്മാര് നോക്കിയെന്നാന്നറിയോ? ശിഷ്യന്മാര് നോക്കിയത് സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ എന്നാ? സാഹചര്യം. നോക്കിയപ്പോ കാടാണ്. കാട്ടിൽ കടകളില്ല. കാട്ടിൽ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള അപ്പം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും ആവുമില്ല. അവര് നോക്കിയത് സാഹചര്യത്തെയാ. സാഹചര്യത്തെ നോക്കിയിട്ട് അവര് പറഞ്ഞു നടക്കത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി കേട്ടോണം, ഏതു സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, ഏറ്റെടുക്കാമോ അത്? ഏതു സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവശക്തി ചലിക്കുന്നു ഈ ഗ്രൗണ്ടിൽ. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റാൻ പോവാ. നിന്റെ വീട്ടിലെ ചില സിറ്റുവേഷനെ, നിന്റെ ചില സാഹചര്യത്തെ ഇന്ന് രാത്രി ദൈവം മാറ്റാൻ പോവാ. നിന്നെ നിന്നേ ദൈവം മാറ്റാൻ പോവാ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്വീകരിച്ചോ. ചിലർ പറയുന്നു, പാസ്റ്റർ എന്റെ സാഹചര്യം വളരെ മോശമാണ്, എന്റെ സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നാ പറയുന്നേ. ശരിയാണ്. ശിഷ്യന്മാർ പറഞ്ഞത് തെറ്റാണോ? ഗുരു, കർത്താവേ, ഈ കാട്ടിൽ എന്നായി പറയുന്നേ? ഒരു അനൗൺസ്മെന്റ് നടത്തല്ലേ? ചുമ്മാ കയറിയൊന്നും പറഞ്ഞേക്കല്ലേ? ഫുഡ് കൊടുക്കാന്നൊന്നും പറയല്ലേ? ഈ 10,000-ത്തിലധികം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനുള്ള സിറ്റുവേഷൻ അല്ല ഇത് കാടാണ്. ഒന്ന് ചുറ്റും നോക്കിയേ, സാഹചര്യം മോശമാണ്. നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്ന് പറഞ്ഞ ദൈവത്തെ എത്ര പേർക്കറിയാം? നിങ്ങളുടെ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. നീ വിശ്വസിക്കുവോ? ഇന്ന് രാത്രി നീ വിശ്വസിക്കുവോ? ഇന്ന് രാത്രി നീ വിശ്വസിക്കുവോ? ഉടമന ശബ്ദക്കരെ ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെട്ടു വരും. അവൻ സാഹചര്യങ്ങൾക്കും മുകളിലാണ്. മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ജനത്തിന് മന്ന വിളമ്പിയ, ലിവ്യാഥാനെ തകർത്ത് അതിനകത്തുനിന്ന് കാടപ്പക്ഷിയെ ഉണ്ടാക്കി കിഴക്കൻ കാറ്റടിപ്പിച്ച് ടെന്റിനകത്ത് കൊണ്ടുവന്ന ദൈവം തമ്പുരാനോട് ചോദിക്കുക, അപ്പോ എന്ത് എന്ന്? നിങ്ങളുടെ സിറ്റുവേഷൻ ഭയങ്കര മോശം. നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മടിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ സാഹചര്യത്തിലും നിന്നോടൊപ്പം ഇരിക്കുന്നവനെ ഒന്ന് നോക്ക്. He will change your situation. He will change your situation. He will change your circumstances. He will change that. Somebody say hallelujah. Amen. ഉടനെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? യേശു ചോദിച്ചു. 7, കുറെ ചെറുമീനും ഉണ്ട്. പെട്ടെന്ന് ആൻസർ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ശിഷ്യന്മാരുടെ കയ്യിൽ 7 അപ്പവും കുറച്ച് ചെറുമീനുകളും ഉണ്ട്. ഇത് കൈ കരുതി വെച്ചിരുന്ന അവർക്കുള്ള ഫുഡ് അവരുടെ കയ്യിലുണ്ട്. ഇനി ഇവരുടെ കാര്യം തന്നെ, അവരെ വിട്ടേക്കാനാ പറഞ്ഞേ.
കർത്താവ് പറഞ്ഞു കഴിഞ്ഞു തരാൻ. നോക്കിയേ, 3 ദിവസമായി ഇവർ ഈ കാട്ടിനകത്താണ്. 3 ദിവസം പഴക്കമുണ്ട് ഈ അപ്പത്തിനും ഈ മീനിനും. ശ്രദ്ധിച്ച് കേൾക്കണം. ശിഷ്യന്മാരുടെ കയ്യിലിരുന്നതിനെ യേശു വാങ്ങി. കർത്താവിന് അല്ലാതെ ഒരു അത്ഭുതം ചെയ്തൂടെ? ഇങ്ങോട്ട് കേട്ടോട്ടെ. മന്ന വിളമ്പിയ കർത്താവിന്, തന്റെ ജനത്തിന് മരുഭൂമിയിൽ മന്ന കൊടുത്തവന്, കാടപ്പക്ഷിയെ അയച്ച് തൃപ്തനാക്കിയ ദൈവത്തിന് ഈ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്നൊന്നും ഇത് മേടിക്കാതെ ഒരു അത്ഭുതം ചെയ്തൂടെ? ഇല്ല, അവനങ്ങനെ ചെയ്യില്ല. കാരണം എന്റെ ദൈവം ഇവിടെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാവോ? അവൻ വർധനവിന്റെ ദൈവമാണെന്ന്. നിന്റെ കയ്യിലുള്ളതിനെ നീ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ, അല്ല നിന്നെ തന്നെ എന്റെ കയ്യിലേക്ക് തന്നാൽ, നിന്റെ അവസ്ഥ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഒന്നുകൂടെ പറയാം. 3 ദിവസം പഴക്കമുള്ള ഈ അപ്പം, ഈ മീൻ യേശു കർത്താവിന്റെ കൈ കൊണ്ട് യേശു മേടിച്ചു. കർത്താവിന്റെ കരസ്പർശമേറ്റു. നിങ്ങൾക്കറിയോ, ഈ അപ്പവും മീനും തിന്നിട്ട് പോയവർ അടുത്ത ദിവസം അവര് കടല് കടന്ന് വള്ളമൊക്കെ പെടുത്ത് തുഴഞ്ഞ് അവര് കവർന്നഹോമിലെത്തി. ഒന്നുകൂടെ പറയാം. ഈ ഫുഡ് കഴിച്ചിട്ട് പോയവർ വള്ളം തുഴഞ്ഞ് കടലു കടന്ന് അവര് കവർന്നഹോമിലെത്തി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇന്നിപ്പം വന്നിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ടൊന്നും അല്ല, അപ്പം തിന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ ആ അപ്പം തിന്നാൻ വേണ്ടി, ഫുഡിന് വേണ്ടി ആൾക്കാരെത്തി. അത്ര ടേസ്റ്റ് ആയിരുന്നേ അതിന്. വേസ്റ്റായി വെച്ചിരുന്നതിനെ അവൻ ടേസ്റ്റ് ആക്കി മാറ്റി. ഇന്ന് രാത്രി കേട്ടോണം, എത്ര വേസ്റ്റും അവൻ ടേസ്റ്റ് ആക്കും. ആർക്കും വേണ്ടാത്ത ജീവിതമായിരിക്കും നിന്റേത്. ആർക്കും നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലായിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, യേശുവിന്റെ കരങ്ങളിൽ കൊടുക്ക്. അവൻ നിന്നെ പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമാക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. തൊടട്ടെ, ദൈവാത്മാ സ്പർശിക്കട്ടെ. സമൂഹം എഴുതി തള്ളിയ, കുടുംബക്കാർ എഴുതി തള്ളിയ, സഹോദരങ്ങൾ എഴുതി തള്ളിയ ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ? നിങ്ങളെ ശ്രേഷ്ഠനാക്കി മാറ്റാൻ ഒരു ജോസഫിനെ പോലെ ഇന്ന് രാത്രി നിന്നെ മാനിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കർത്താവിന്റെ കരത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ പറയാം, ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ. 7 ആയിരിക്കും, 4 ആയിരിക്കും, 2 ആയിരിക്കും. പക്ഷെ അത് കർത്താവിന്റെ കയ്യിലേക്ക് വന്നാൽ, യേശുവിന്റെ കരം ഒരു സാധനത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. അനുഭവിച്ചവരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ചോ. തൊട്ടിട്ടില്ലാത്തവരെ തൊഴട്ടെ ഇന്ന് രാത്രി. ദൈവത്തിന്റെ സ്പർശനം ഏറ്റിട്ടില്ലാത്തവർക്ക് ഈ ശുശ്രൂഷയിലൂടെ ആ സ്പർശനം ഉണ്ടാകട്ടെ. മനുഷ്യനല്ല, വ്യക്തികളല്ല, സംഘടനയല്ല, സാക്ഷാൽ ദൈവപുത്രന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കട്ടെ. യേശു കർത്താവ് അപ്പമീനുകളെ തന്റെ കരങ്ങളിൽ എടുത്തു. ബൈബിൾ പറയുന്നു, ആ 7 അപ്പവും മീനും അവൻ എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു. ഇനി കേട്ടോ, യേശുവിന്റെ കയ്യിലേക്ക് ഈ അപ്പമീനുകൾ വന്നു. കർത്താവിന്റെ കയ്യിലേക്ക് വന്നതിനാൽ അവൻ അതിനെ ഉയർത്തി വാഴ്ത്തി. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു.
എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. പുരുഷാരം മുഴുവൻ നോക്കിയത് യേശുവിന്റെ കയ്യിലിരിക്കുന്ന അപ്പമീനുകളിലേക്കാണ്. അടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കാൻ പോണേ, അടുത്ത മിനിറ്റിൽ എന്താ നടക്കാൻ പോണേ എന്നുള്ളതാണ് പുരുഷാരം നോക്കിയേ. പക്ഷെ യേശു നോക്കിയത് സ്വർഗത്തിലേക്കാണ്. ഞാൻ പറയുന്നു, ഭൗതിക വിഷയത്തിലേക്ക് നോക്കിയിരിക്കുന്നവന് അന്നേരം ഒരു അപ്പവും മീനും തിന്നിട്ട് പോവാം. പക്ഷെ സ്വർഗത്തിലേക്ക് നോക്കുന്നവന് അവൻ എവിടെ ചെന്നാലും അത്ഭുതമായിരിക്കും. അവൻ അതിനെ കയ്യിലെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത് കർത്താവ് എന്നായിരിക്കും ചെയ്തേ? പറഞ്ഞേ. നിങ്ങളുടെ മുമ്പിൽ ഒരു ആഹാര സാധനം വന്നാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ കിട്ടിയാൽ, ഒരു ഫുഡ് നിങ്ങളുടെ മുമ്പിൽ പ്ലേറ്റിൽ വിളമ്പിയാൽ, നിങ്ങൾ ഒന്നാമത് ഫസ്റ്റ് എന്ത് ചെയ്യും? സ്തോത്രം പറഞ്ഞു കഴിയുമോ? അല്ലെന്നേ, അതല്ല അതിന്റെ ശരി ഉത്തരം. ഏത് വ്യക്തിയാണെങ്കിലും അതിനകത്തോട്ടൊന്ന് നോക്കും. അതെന്നാ ഭക്ഷണമാണെന്ന് നോക്കും, അതെന്തോ ജ്യൂസാണെന്നൊന്ന് നോക്കും. നോക്കില്ലേ? ആദ്യം അങ്ങ് വരുന്ന ഉടനെ അങ്ങ് കഴിക്കുകയാണോ? എന്താ സാധനവും നോക്കും, മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നേ കഴിക്കാൻ. നോക്കിയിട്ടേ എടുക്കുള്ളൂ. കർത്താവിന്റെ കയ്യിലേക്ക് അപ്പം കൊടുത്തു. യേശു അപ്പത്തെ കണ്ടില്ലേ? കണ്ണടച്ച് മേടിച്ച് കണ്ണടച്ചങ്ങ് ഉയർത്തി വാഴ്ത്തിയോ? ഇല്ല. കർത്താവ് അത് കയ്യിലെടുത്തെങ്കിൽ നോക്കിയേച്ചാ എടുത്തേ. ഒരു കാര്യം ഉറപ്പാ, അവൻ കയ്യിലൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ അതിനെ നോക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അവന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഓ മൈ ഗാഡ്, യെശയ്യാ പറയുന്നു, അവൻ എന്നെ അവന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു, അവന്റെ ഉള്ളം കരത്തിൽ അവൻ എന്നെ വഹിച്ചിരിക്കുന്നു. അവൻ കണ്ടിട്ടുള്ളതിനെ അവൻ കയ്യിലെടുക്കും. ഈ സുവിശേഷ യോഗത്തിലൂടെ എനിക്ക് ഉറപ്പുണ്ട്, ദൈവം കണ്ട ചിലർ ഇതിനകത്തുണ്ട്. ദൈവം കണ്ടിട്ടുള്ള ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവം കണ്ടിട്ടുള്ള ചില വ്യക്തികൾ ഇനി വരാൻ പോവുക. അവരെ മുഴുവൻ ദൈവം തന്റെ കയ്യിലെടുക്കുന്ന മണിക്കൂറുകളാണ്. ഇനി കേട്ടോ, പെട്ടെന്ന് പറയാം. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കയ്യിലെടുക്കും. അവൻ കയ്യിലെടുത്തെങ്കിൽ അവൻ അതിനെ ഉയർത്തും. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നു, കർത്താവിന്റെ കയ്യിൽ ഞാൻ വന്നാൽ, ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും അവന്റെ ചട്ടങ്ങളും നീ പ്രമാണിച്ചു നടന്നാൽ, നിന്റെ ദൈവമായ യഹോവ നീ തൊടുന്നതിലൊക്കെയും നിന്നെ അനുഗ്രഹിക്കും. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. വിശ്വസിക്കുന്നവർ, ഓ മൈ ഗോഡ്, I believe that word, Lord. I believe, Lord. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ അത് ഏറ്റെടുക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ആമീൻ പറയുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ആരാധിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. വിമർശിക്കുന്നവർക്ക് ഒരു ശുശ്രൂഷ ഇവിടെ ഇല്ല. വിമർശിക്കുന്നവന് വേണ്ടി കർത്താവ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കയ്യിലെടുക്കും. കർത്താവ് എന്നെ വിളിച്ചെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന്റെ വചനം നീ അനുസരിച്ചാൽ, അതിലൊന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതിരുന്നാൽ, നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിൽ ഉന്നതമാക്കുമെന്ന ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഉന്നതമാക്കുമെന്ന യേശു പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എന്റെ പിതാവ് മാനിക്കും. കാട്ടിനകത്ത് കിടന്ന് ആരാധിച്ച ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കിയത് മാക്സിമം. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലെടുക്കും, എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഉയർത്തും.
ഒളിച്ചും പാത്തും ഒന്നും വെക്കുകയെന്ന്. മുമ്പിൽ ഇരിക്കുന്ന പുരുഷാരം കാണുക, ഉയർത്തും. ജോസഫെ, നിന്നെ ഞാൻ ഉയർത്തിയത്, നിന്റെ സഹോദരങ്ങളെ ഞാൻ ഒരു ദിവസം അറിയിച്ചിരിക്കും. അറിയിച്ചിരിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലെടുക്കും, എടുത്തിട്ടുണ്ടെങ്കിൽ ഉയർത്തും. ഉയർത്തിയതിനെ അവൻ വാഴ്ത്തും. ബ്ലസ് ചെയ്യുമെന്ന്. വാഴ്ത്തുക എന്ന് പറഞ്ഞാ ബ്ലസ് ചെയ്യുമെന്ന്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, യേശുവിന്റെ കയ്യിലാണോ, അവൻ ബ്ലസ് ചെയ്യും. പറഞ്ഞാട്ടെ. കേഴ്സ് ചെയ്യത്തില്ല, കേഴ്സ് ചെയ്യത്തില്ല. ആരെ ശപിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഒരു ദൈവദാസന്മാരെ കുറ്റം പറയാനും, ഒരു പാസ്റ്റർമാരെ കുറ്റം പറയാനും, ഒരു അച്ഛന്മാരെ കുറ്റം പറയാനും, ഒരു സഭയെ വിമർശിക്കാനും, ഒരു ജാതികളെ വിമർശിക്കാനും, ഒരു വിശ്വാസികളെ കളിയാക്കാനും ദൈവം നിനക്ക് അനുവാദം തന്നിട്ടില്ല. ദൈവം നിനക്ക് തന്നിരിക്കുന്ന അനുവാദം, അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലെടുക്കും, എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഉയർത്തും, ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ ബ്ലസ് ചെയ്യും. വാഴ്ത്തും, വാഴ്ത്തും, വാഴ്ത്തും. അവൻ അതിനെ ബ്ലസ് ചെയ്യും. ഇന്ന് രാത്രി ഈ ടെന്റിനകത്തും പുറത്തും നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശുവിൽ വിശ്വസിച്ച ഒരു കുടുംബവും തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല. ശ്രദ്ധിച്ചോ? അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കയ്യിലെടുക്കും, എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഉയർത്തും, ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ വാഴ്ത്തും, വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ നുറുക്കും. കണ്ടതിനെ എടുക്കുള്ളൂ, എടുത്തതിനെ ഉയർത്തുള്ളൂ, ഉയർത്തിയതിനെ വാഴ്ത്തത്തുള്ളൂ, വാഴ്ത്തിയതിനെ മാത്രമേ നുറുക്കത്തുള്ളൂ. എന്തായി നുറുക്കം? എന്തായി നുറുക്കം? ഇന്ന് രാത്രി പറയാമോ? ആർക്കുമില്ലാത്ത പ്രതിസന്ധി, ആർക്കുമില്ലാത്ത വെല്ലുവിളി, ആർക്കുമില്ലാത്ത നിന്ന, ആർക്കുമില്ലാത്ത കഷ്ടത. എന്താ? ഒറ്റവാക്കി പറയാം, കണ്ടതുകൊണ്ട്, കയ്യിലെടുത്തതുകൊണ്ട്, ഉയർത്തിയതുകൊണ്ട്, വാഴ്ത്തിയതുകൊണ്ട്. പക്ഷെ കേട്ടോ, ഈ നുറുക്കം നുറുക്കി കളയാനല്ല, ഈ നുറുക്കം ഇല്ലായ്മ ചെയ്യാനല്ല. ഈ നുറുക്കത്തിലും ആ കയ്യിലങ്ങ് ഇരുന്ന് കൊടുത്തോ, ഒരു വർധനവ് വരുന്നുണ്ട്. ഒരു വർധനവ് വരുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഒരു വർധനവ് വരുന്നുണ്ട്. എവിടെയൊക്കെ അവൻ തന്റെ ജനത്തെ നുറുക്കിയിട്ടുണ്ടോ, എവിടെയൊക്കെ അപ്പോസ്തലന്മാർ നുറുക്കം അനുഭവിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ തന്റെ ജനം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, അതിനുശേഷം അവരെ മാനിച്ച ചരിത്രം ഈ പുസ്തകത്തിനകത്തുണ്ട്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ നുറുക്കം അനുഭവിച്ച മനുഷ്യനാണ് യോബ്. യോബിന്റെ അത്രയും നുറുക്കം അനുഭവിച്ച, തകർച്ച അനുഭവിച്ച ഒരു പുരുഷൻ വേദപുസ്തകത്തിലില്ല. ഏറ്റവും കൂടുതൽ നുറുക്കം അനുഭവിച്ചവനാ യോബ്. എന്നാൽ യോബിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിയില്ലേ? യോബിന്റെ അവസ്ഥയെ മാറ്റിയില്ലേ? അവന് മുൻപുണ്ടായിരുന്നതിന് ഇരട്ടി ദൈവം അവന് തിരിച്ചു കൊടുത്തില്ലേ? അങ്ങനെ അന്ന് കൺഫേം ചെയ്തോ, ഈ നുറുക്കം എന്റെ പരാജയമല്ല, ഈ നുറുക്കം എന്റെ വർധനവാ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ കണ്ടതിനെ കയ്യിലെടുക്കുന്നു, അവൻ കയ്യിലെടുത്തതിനെ അവൻ ഉയർത്തുന്നു, അവന്റെ കരങ്ങളിൽ ഇരിക്കുന്നതിനെ അവൻ അനുഗ്രഹിക്കുന്നു.
അവൻ അനുഗ്രഹിച്ച ചിലതിനെ അവൻ നുറുക്കുന്നു. അവൻ നുറുക്കുന്നത് എന്നെ തീർത്തു കളയാനല്ല, എന്നെ വർദ്ധിപ്പിക്കാനാണ്, എന്നെ മാനിക്കാനാണ്. എത്ര പേർ പറയും ഇന്നത്തെ എന്റെ പ്രതിസന്ധി എന്റെ പ്രമോഷനാണ്, ഇന്നത്തെ എന്റെ പ്രതിസന്ധി എന്റെ പരാജയമല്ല, എന്റെ പ്രമോഷനാണ്. അടുത്ത വാക്യോടെ പറയാം പാസ്റ്ററേ. കർത്താവ് ഇതിനെ നുറുക്കി ശിഷ്യന്മാരുടെ കൊട്ടയെ കൊടുത്തു. ഇത്ര വലിയ പുരുഷാരത്തിന് കൊടുക്കാൻ ഇത്ര അപ്പം ഈ കാട്ടിൽ എവിടെ? ഇതെങ്ങനെയാ നടക്കുന്നേ? ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ കർത്താവ് അപ്പം വിളമ്പിച്ചു. ഒന്നുകൂടെ പറയാം, അപ്പം ഇല്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് അപ്പം വിളമ്പിച്ചു. നടക്കത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് സാക്ഷ്യം പറയിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഒന്നും ശരിയാകത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നീ കർത്താവിന്റെ അടുത്തോട്ടൊന്ന് വരാവോ? നീ സാക്ഷിയാകാൻ പോവാ. ഓ, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിളമ്പിച്ചു. അടുത്ത വാക്യമായിരുന്നു ഇന്നത്തെ മെസ്സേജ്. എല്ലാവരും തിന്ന് തൃപ്തരായി. പറഞ്ഞേ സാറ്റിസ്ഫാക്ഷൻ. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന. അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞേ, ഈ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം കുടിച്ചാൽ നീ നാളെയും കോരാൻ വരേണ്ടി വരും, നിനക്ക് പിന്നെയും ദാഹിക്കും. പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല. തൃപ്തി, തൃപ്തി യേശുവിൽ നിന്ന് വരത്തുള്ളൂ. ഈ നിമിഷം തുടങ്ങി നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തി ഉള്ളവരായിരിക്കും. യെസ്, എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നു? നിങ്ങൾ അങ്ങനെ ആയിരിക്കാനാ കർത്താവ് പറയുന്നേ. സാമ്പത്തികത്തിൽ നിങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കും, ശുശ്രൂഷയിൽ നിങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കും, ഹല്ലേലൂയ, ആരോഗ്യത്തിൽ നിങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കും. ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ തൃപ്തരാകരുത്. ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പിന്നെയും ദാഹം വേണം. ഭൗതിക വിഷയത്തിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം, ആരോഗ്യ വിഷയത്തിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം. ഒരു കാര്യത്തിൽ തൃപ്തരാകരുത്. എന്നാന്തറിയാമോ? എന്റെ കർത്താവിനോടുള്ള ആ സ്നേഹം, അവനോടുള്ള ആരാധന, അവൻ പകരുന്ന അഭിഷേകം, അവന്റെ സാന്നിധ്യം പോരാ, പോരാ, ഇനിയും വേണം, ഇനിയും വേണം. എനിക്ക് ഇനിയും അവനെ അറിയണം, എനിക്ക് ഇനിയും അവനെ ആരാധിക്കണം, എനിക്ക് ഇനിയും അവനെ സ്തുതിക്കണം. തൃപ്തരാകരുത്. അവന്റെ അഭിഷേകം എന്റെ മേൽ ഇനിയും പകരപ്പെടണം. ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി സ്തോത്രം ചെയ്തേ. കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെട്ടു. അവൻ കരുതുന്ന ദൈവമാണ്. ആ കാട്ടിൽ വന്നവർ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കരുതിയില്ല, പക്ഷേ കർത്താവ് കരുതി. നീ കരുതിയിട്ടില്ലാത്തത്, നിന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി കരുതിയിട്ടില്ലാത്തത്, എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്.